ഞാൻ കുറച്ച് താമസിച്ചാണ് വന്നത്. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സുരേഷന്മാരും പറഞ്ഞതുപോലെ പറയാനാണെങ്കിൽ, ഒരു സിനിമാ നടൻ ആ കാലഘട്ടത്തിൽ കയറി വരുന്ന ഒരു സിനിമാ നടൻ, പിന്നെ സിനിമയിൽ കുറേ കാലം ഉണ്ടായിരുന്ന ഇപ്പോഴും ഉണ്ടായ ഒരാൾ, അമൃത ഹോട്ടലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് പുറത്തൊക്കെ ഒരുപാട് ഹോട്ടലുകളിലൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും പ്രസാദിനെ കാണുമ്പം എന്താടേ അത് തുറക്കാത്തത്, നിങ്ങളൊന്ന് തുറക്കടേ എന്ന് പറയും. കാര്യം താമസം മാത്രമല്ല, ഭക്ഷണവും ഇവിടുത്തെ ആ ചില്ലി ചിക്കനും ബട്ടൂറയും കരാമൽ കസ്റ്റേർഡും നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പം അത്രയും ഒരു ഹൃദയം അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പെട്ടെന്നിങ്ങനെ കയറി വന്നപ്പോൾ സുരേഷിൻ്റെ ഒരു കാര്യമാണ്, ഈ ജഗതി ചേട്ടനുമായിട്ടുള്ള അടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കേട്ടത്. അപ്പോൾ അതിനകത്തൊരു അനുബന്ധം കൂടി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര തിരുവനന്തപുരം മുഴുക്ക സിനിമാക്കാരുടെ ഇടയിൽ സംസാരമാണ്, ജഗതി ചേട്ടനെ അടിക്കാനുള്ള പ്ലാനാണ് സുരേഷൻ. അപ്പം ഞാൻ ജഗതി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒന്ന് മാറി നിൽക്കാം, നമുക്ക് അയാളുടെ മുമ്പിലോട്ട് പോകണ്ട, അയാളുടെ സ്വഭാവം അറിയാമല്ലോ. പറഞ്ഞതാണ്. ആദ്യം ആര് വന്ന് പറയുന്നു അവരുടെ കൂടെയാണ്, പാകിസ്ഥാൻകാർ വന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയാണ്. രണ്ടാമത് വരുന്ന ആരും പുള്ളിക്ക് നോട്ടമില്ല. ഫസ്റ്റ് ആര് പറയുന്നു അത് എന്തായാലും തീരുമാനിച്ചുറപ്പിച്ചാണെന്ന് പറഞ്ഞു. ജഗതി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആണുങ്ങൾക്ക് മരണം ഒരിക്കലേ ഉള്ളൂ, അടിക്കട്ടെ, കാണാൻ. ഞാനും തിരുവനന്തപുരത്ത് തന്നെ ജനിച്ച് വളർന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു, ഇത്രയും വലിയ ധൈര്യശാലിയാണല്ലോ, ഞാനതേ മാറിക്കളഞ്ഞേനത്. അന്ന് വൈകുന്നേരം എൻ്റെ അടുത്ത് കണ്ടവൻ പറഞ്ഞു, അടിച്ചു. ഒരു അത്ഭുത മനുഷ്യനാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ജഗതി എൻ കെ ആചാര്യയെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, പപ്പ അടിച്ചു കേട്ടോ, എന്നെ അടിച്ചു. തീർന്നു, അത് അത്രയേ ഉള്ളൂ, 1 മിനിറ്റ് തീർന്നു. പിന്നെ സുരേഷിനെ കുറിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ സന്തോഷിനെ കുറിച്ചും പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു അനുബന്ധം. എല്ലാവരും ട്രെയിനിലാണ് പോകുന്നതെന്ന്. മദ്രാസിലേക്ക് പോകണമെങ്കിലും മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണെങ്കിലും എല്ലാം ട്രെയിനാണ്. എത്രയോ കൊല്ലം ഫ്ലൈറ്റൊക്കെ വളരെ അപൂർവമാണ്. അപ്പം സന്തോഷ് പെട്ടെന്ന് കുറേ റോളുകളെല്ലാം കിട്ടി, ഒന്ന് സ്റ്റാറായി. എല്ലാ സിനിമയിലും സന്തോഷ് വില്ലൻ അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയൊക്കെ ബിസിയായി. അപ്പോൾ സന്തോഷ് ചെന്നൈയിലോട്ട് പോകാൻ പോവുകയാണ്, അന്ന് മദ്രാസാണ്. അപ്പം സുരേഷിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് മദ്രാസിലോട്ട് പോവുകയാണ്. മുകേഷും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോവാം. അക്കരെ നിന്നൊരു മാറ്റം കണ്ടാണ്, അതിനുവേണ്ടിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പം തനിയാ തിരുവനന്തപുരം സ്റ്റൈലിൽ സന്തോഷ് പറഞ്ഞു, ഞാൻ ഫ്ലൈറ്റില്ല, ഞാൻ ട്രെയിനിലല്ല, ഞാൻ ഫ്ലൈറ്റില്ല, ഞാൻ ഇവിടെ വെച്ച് കാണാം. അപ്പം തന്നെ സുരേഷ് പറഞ്ഞു, അവനും ഫ്ലൈറ്റില്ല. അങ്ങനെ സിനിമയിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നത് വെറും ഒരു വാശിയുടെ പുറത്ത് സുരേഷാണ്. നമുക്കത് മറന്നു പോയിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വാശി വേണം മനുഷ്യരാകുമ്പോൾ. പിന്നെ വെളിയിലൊന്നും പറയാത്താണെങ്കിൽ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം. ഇവിടെ തൂണിൻ്റെ കാര്യം പറഞ്ഞ അല്ല, ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ആ തൂണ് നസീർ സാറിൻ്റെ മുറിയാണ്. ഇവിടെ വരുമ്പം തന്നെ അവിടെ ഇരിക്കുന്നവർ പറയും, നസീർ സാർ വരാൻ സാധ്യതയുണ്ട്, എപ്പോൾ വരുന്നു തലേ ദിവസം വിളിക്കും, അപ്പം മാറിക്കോണം, വേറെ മുറിയിലേക്ക് മാറിക്കോണം. അതുവരെ ഞാൻ പറഞ്ഞു, അതുവരെ എന്നുള്ളതാണ് എൻ്റെ ജീവിത അഭിലാഷം. അദ്ദേഹം താമസിക്കുന്ന മുറിയിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അദ്ദേഹം വരട്ടെ, ഞാൻ മാറാം, സന്തോഷത്തോടെ മാറാം. അപ്പം മണിയമ്പിള രാജു ഒരു ദിവസം ആ റൂമിൽ വന്നു. എല്ലാവരുമായിട്ടിരുന്നപ്പോഴത്തേക്ക് ആരോ പറഞ്ഞു, നല്ല തൂണ് എന്ന് പറഞ്ഞപ്പോൾ മണിയമ്പിള പറഞ്ഞു, അത് പുള്ളി സിനിമയിൽ വന്നാൽ ആ തൊഴിൽ മറക്കാതിരിക്കാൻ വേണ്ടി, ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന ഒരു തമാശയാണ് കേട്ടോ. വേറെ ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള കോമഡി. പക്ഷെ അതൊക്കെ അതിജീവിച്ച് ഇപ്പം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കാട്ടി നമ്മൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, മതമൈത്രി, ജാതി മൈത്രിയൊക്കെ ഉള്ള ഒരു സ്ഥലവും കൂടെയാണ്. അപ്പം ഇനി കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. സുരേഷ് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഇത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് പോകണം. സിനിമാക്കാരും തിരുവനന്തപുരത്തുകാരും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാ നന്മകളും. താങ്ക് യു.